Hello everyone, welcome to Syllabus Academy. പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെഷൻ എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. എക്സാമിന് വരാൻ പോകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ഗ്രാമർ പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സാം പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഗ്രാമറിൽ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു ചെറിയൊരു സെഷനാണിത്. ഓക്കെ, അപ്പോ ഗ്രാമർ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് മാർക്സ് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ എക്സാമിന് മാത്രമായിട്ട് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് കൺഫ്യൂസ്ഡ് ആയി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഗ്രാമർ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്സ് സ്കോർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ സെഷൻ. നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി റിപ്പോർട്ട്സ്. I am going to the market, she said. So ഇതാണ് തന്നിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, സോ ഈ സെന്റൻസിനെ കറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്ന സെന്റൻസ് ഓപ്ഷൻ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് നിന്ന് കറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്, ഷീ സെഡ്. അപ്പൊ നമുക്കറിയാം ഈ കോട്ട്സിൽ തന്നിരിക്കുന്ന വേർഡ് ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏത് ടെൻസിനാണുള്ളത്? ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് അല്ലെ? ഗോയിങ്, ഐ ആം ഗോയിങ്. ഐ ആം ഗോയിങ് എന്ന് പറയുമ്പോൾ എന്താ, അറ്റ് ദ മൊമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ അതെന്ത് ടെൻസ് ആണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ? ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ്, ഷീ സെഡ് അല്ലെ? അപ്പൊ നമ്മൾ അതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? നമുക്ക് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന സെന്റൻസിന് റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ട് വരുന്നത് ഈ തന്നിരിക്കുന്ന 4 സെന്റൻസ് നമുക്ക് നോക്കാം. ഷീ സെഡ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഷീ സെഡ് ഷീ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഷീ സെഡ് ഷീ ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. She said that she will go to the market. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവാം ഫസ്റ്റത്തെ. She said that she is going to the market. She said she was going to the market and she said she is going to the market അല്ലേ? ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് പിന്നെയും ചിന്തിക്കാം. എന്താണ് അത്? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയുന്ന പോലെ അല്ലെ? വില്ല് യൂസ് ചെയ്യാൻ നമ്മൾ ഫ്യൂച്ചറിലാണ് അല്ലെ? അപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ യൂസ് ചെയ്യുന്നതല്ലേ എന്ന് തോന്നാം. ബാക്കിയുള്ള 3 ഓപ്ഷൻസും നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് അറിയാനായിട്ട് അല്ലെ? അപ്പോ ഇതിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് സിമ്പിൾ പ്രസന്റ് എന്താവും? സിമ്പിൾ പാസ്റ്റ് ആവും. പ്രസന്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. ഓക്കെ, അപ്പൊ ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാണ് ഇതിൽ വരുന്നത്? അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാൻ ഈസിയാണ് അല്ലെ? പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് ഏതായിരിക്കും ഇതില്? ഷീ സെഡ് ഷീ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് അല്ലെ? ഷീ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നുള്ളത് എന്താവും? ഷീ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് അല്ലെ? ഇതില് ഷീ സെഡ് ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നുള്ളത് വരില്ല അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് എന്താവും? പാസ്റ്റ് കണ്ടിന്യൂസ് ആവും. സോ ഫസ്റ്റ്, തേർഡ്, അതേപോലെ തന്നെ 4th ഓപ്ഷനും ഈ 3 ഓപ്ഷൻ എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Choose a correct option that correctly identifies the part of speech of the underlined word. അപ്പൊ ഇത് പാർട്ട് ഓഫ് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻസ്ട്രക്ഷൻ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി അല്ലേ? അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ അല്ലെ?
noun, pronoun, verb, adverb, adjective, prepositions and so on അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം എന്താണ് നൗൺ, പ്രോനൗൺ എന്താണ്, verb എന്താണ്, adverb എന്താണെന്ന് അറിയാം. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഷീ റാൻ ക്വിക്ലി ടു ദ സ്റ്റോർ അല്ലെ? അപ്പൊ ഈ സെന്റൻസിൽ ഷീ എന്ന് പറയുന്നത് എന്താണ്? പ്രോനൗൺ ആണ് അല്ലെ? റാൻ, റാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓടി അല്ലെ? ഓടി എന്നാണ് ഇവിടെ മീനിങ്. ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ വേർഡ് ആണ് അല്ലെ? സോ ആക്ഷൻ വേർഡിനെ നമ്മൾ എന്താണ് പറയാ? വേർബ് ആണെന്നാണ് പറയാ അല്ലെ? സോ ഷീ എന്ന് പറയുന്ന പ്രോണൗൺ ആണ്, റാൻ എന്ന് പറയുന്നത് എന്താണ്? വേർബ് ആണ് അല്ലെ? ക്വിക്ലി, ഈ വേർഡ് ക്വിക്ലി ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ? ഷീ റാൻ ക്വിക്ലി ടു ദ സ്റ്റോർ. ഈ ക്വിക്ലി എന്ന് പറയുന്നത് എന്തിനെയാണ് ഇവിടെ മോഡിഫൈ ചെയ്യുന്നത്? റാൻ എന്ന് പറയുന്ന വേർബിനെ അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? വേർബിനെ മോഡിഫൈ ചെയ്യുന്നത് എന്താണ്? adverb ആണ് അല്ലേ? adverb modifies a verb or another adverb in the same sentence അല്ലേ? അപ്പൊ ഇവിടെ വേറെ adverb ഒന്നുമില്ല. ഇവിടെ മോഡിഫൈ ചെയ്തിരിക്കുന്നത് എന്താണ്? ran എന്നുള്ള വേർബിനെയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ചിലപ്പോൾ കൺഫ്യൂസിങ് ആവാം അഡ്ജക്റ്റീവ് ആണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, അഡ്ജക്റ്റീവ് നൗണിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്, വേർബിനെ അല്ല. ഓക്കെ, സോ ഇവിടെ വേർബിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. എങ്ങനെ ഓടി എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ഷീ റാൻ ക്വിക്ലി ടു ദ സ്റ്റോർ അല്ലെ? എങ്ങനെ ഓടി, ഒരു ആക്ഷൻ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി അതെന്താണ്? ആഡ്വേർബ് ആണ്. ക്ലിയർ? ഷീ റാൻ ക്വിക്ലി, ക്വിക്ലി എന്നുള്ളത് ആഡ്വേർബ് ആണ്. ഷീ റാൻ സ്ലോലി, സ്ലോലി, ക്വിക്ലി, ഇതൊക്കെ എന്താണ്? ലൗഡ്ലി, ഇതൊക്കെ അഡ്വേർബ് ആണ്. ഓക്കെ, ഒരു ആക്ഷൻ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. സോ ആക്ഷനെ മോഡിഫൈ, വേർബിനെ മോഡിഫൈ ചെയ്യുന്നത് അഡ്വേർബ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളതാണ് അല്ലെ? ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി ഐഡന്റിഫൈസ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. ഇതും പാർട്സ് ഓഫ് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഐ ലവ് പിസ്സ. ഐ ലവ് പിസ്സ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്ട് ഓഫ് ദി സെന്റൻസ് ആണ് അല്ലെ? അല്ലെങ്കിൽ ഒരു നൗൺ ആണ് അല്ലെ? ലവ്, ലവ് എന്നുള്ളത് ഇവിടെ എന്താണ്? ഇസ് ഇറ്റ് എ നൗൺ? അല്ല, നൗൺ അല്ല അല്ലെ? വേർബ് ആണോ? ലവ് എന്ന് പറയുന്നത് വേർബ് ആണോ? അഡ്ജക്റ്റീവ് ആണോ? പ്രിപ്പോസിഷൻ ആണോ? പ്രിപ്പോസിഷൻ അല്ല എന്ന് നമുക്കറിയാം അല്ലെ? പ്രിപ്പോസിഷൻ അല്ല. ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം, വേർബ്, അഡ്ജക്റ്റീവ്, ഈ രണ്ട് ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുക അല്ലെ? അപ്പൊ ഇതിൽ നോക്കൂ, അഡ്ജക്റ്റീവ് ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ കുറച്ച് മുന്നേ, എന്താണ്? നൗണിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. ഐ ലവ് പിസ്സ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നൗണിനെയാണോ മോഡിഫൈ ചെയ്യുന്നത്? എനിക്ക് പിസ്സ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ആ ഇഷ്ടമാണ് നമ്മുടെ തോട്ട്സ് ആണ് അല്ലേ ഇത്? അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് എന്താണ്? അതൊരു വേർബാണ്. ഓക്കെ, ഐ ലവ് പിസ്സ എന്ന് പറയുന്നത്, ലവ് എന്ന് പറയുന്നത് എന്താണ്? വേർബാണ്. ക്ലിയർ? ഐ ലവ് പിസ്സ, ഇറ്റ്സ് എ വേർബ്. എന്താ വെച്ചാൽ ഐ എന്ന് പറയുന്ന നൗണിനെ അല്ല ഇവിടെ മോഡിഫൈ ചെയ്യുന്നത്, ഒരു വേർബാണ്. ലവ് എന്ന് പറയുന്നത് ഇവിടെ അർത്ഥമാക്കുന്ന ഒരു വേർബാണ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് എ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഷീ ഈസ് ഫ്രം സ്പെയിൻ അല്ലെ? ഷീ ഈസ് ഫ്രം സ്പെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഒരു സെന്റൻസ് കഴിഞ്ഞ് ഒരു കോമ ഇട്ടിട്ട് ആണ് ക്വസ്റ്റ്യൻ ടാഗ് ഇടുക അല്ലെ? നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും നമ്മൾ ഒരു കാര്യം ആണോ അല്ലേ എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അല്ലേ എന്ന് ചോദിക്കും അല്ലെ? അവളിപ്പോ ബാങ്കിലാണല്ലേ വർക്ക് ചെയ്യുന്നത് അല്ലേ? ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ അവിടെ അല്ലേ എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്. അവള് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ്? ഒരു പോസിറ്റീവ് സെന്റൻസ്. അപ്പൊ നമുക്ക് അവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എപ്പോഴും പോസിറ്റീവ് സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗ് ഇങ്ങനെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ
ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആവും. തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്, അതായത് നോട്ട് എന്നുള്ള വേർഡ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് എന്താവും? പോസിറ്റീവ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഷീ ഈസ് ഫ്രം സ്പെയിൻ. ഈസ് ഫ്രം സ്പെയിൻ എന്നുള്ളതിന്റെ നെഗറ്റീവ് എന്താണ്? ഈസിന്റെ നെഗറ്റീവ് എന്താണ്? isn't അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയാ? isn't she ആണ് റൈറ്റ് ഓപ്ഷൻ. മനസ്സിലായോ? isn't she അതാണ് റൈറ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് തോന്നുന്നു ഈസ് ഷീ വരില്ല അല്ലെ. ഷീ ഈസ് നോട്ട് ഫ്രം സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഷീ ആണോ എന്ന് ചോദിക്കാൻ. ഓക്കെ, അവള് സ്പെയിനിൽ നിന്നല്ല ആണോ എന്ന് ചോദിക്കില്ലേ നമ്മള്? അല്ല എന്ന് പറഞ്ഞിട്ട് ആണോ എന്ന് ചോദിക്കില്ലേ? അപ്പൊ അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് നോട്ട് ഫ്രം സ്പെയിൻ എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈസ് ഷീ ആണ് ഓപ്ഷൻ വരിക. പക്ഷെ ഇവിടെ ഷീ ഈസ് ഫ്രം സ്പെയിൻ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ ഷീ ഈസ് ഫ്രം സ്പെയിൻ എന്ന് പറയുന്ന സമയത്ത് isn't she ആണ് വരിക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഡസൻ ഷീ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതായത് നമ്മളൊരു പെർമനന്റ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. ഷീസ് ഫ്രം സ്പെയിൻ എന്ന് പറയുന്ന സമയത്ത്. അപ്പോ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ isn't തന്നെയാണ് വരിക. ഓക്കെ, ഇവിടെ ഇപ്പൊ ഷീസ് നോട്ട് ഫ്രം സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈസ് ഷീ വരുന്നു പറഞ്ഞു. ഡസൻ ഷീ എന്നുള്ളത് എപ്പോഴാണ് വരിക? അതായത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഡസൻ ഷീ എന്ന് പറയുന്ന സമയത്ത് ഡസ് ഏതൊക്കെ എന്താ പറയാ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഷീ ലൈക്സ് ടു കുക്ക് അല്ലെ. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഷീ ലൈക്സ് ടു കുക്ക്. ഷീ ലൈക്സ് ടു കുക്ക് ഷീ ഈസ് കുക്കിംഗ് എന്നല്ല അല്ലെ അവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് കുക്കിംഗ് അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈസ് ആണെന്നുണ്ടെങ്കിൽ isn't she വരാം. ഷീ ഈസ് നോട്ട് കുക്കിംഗ് എന്നാണെന്നുണ്ടെങ്കിൽ ഈസ് ഷീ വരാം. പക്ഷെ ഇവിടെ ഷീ ലൈക്സ് ടു കുക്ക്, അവള് കുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അല്ലേ, അവൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കാൻ ഡസൻ ഷീ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പൊ ഷീ ഡസൻ ലൈക്ക് ടു കുക്ക് എന്നാണെന്നുണ്ടെങ്കിൽ ഡസ് ഷീ ആണ് വരിക ഓപ്ഷൻ. ഓക്കെ, ഷീ ഡസൻ ലൈക്ക് ടു കുക്ക് എന്നാണെന്നുണ്ടെങ്കിൽ ഡസ് ഷീ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. മനസ്സിലായോ? അപ്പൊ എപ്പോഴും സെന്റൻസ് നോക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചൂസ് ചെയ്യാൻ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ, ചൂസ് എ കറക്റ്റ് ആർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ മെയിൻലി 3 തരത്തിലാണ്, എ ആൻഡ് ദ അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം സ്വിമ്മിങ് ഇൻ ഡാഷ് സീ ഓൺ ഹോളിഡേസ്. ഓക്കെ, അപ്പോ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ട് എ ആൻഡ് ദ, നോ ആർട്ടിക്കിൾ അല്ലെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? എ ആൻഡ് ദ. ഈ എ ആൻഡ് ദനെ എഗൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് അല്ലെ. ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ? എ ആൻ ആണ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ അല്ലെ. നമ്മൾ എ കോൺസണന്റ് സൗണ്ട്സിന്റെ മുൻപിലും ആൻഡ് വൊവൽ സൗണ്ട്സിന് മുമ്പിലും ആണ് യൂസ് ചെയ്യാറ് അല്ലെ. എ കാറ്റ്, എ ബാറ്റ് അല്ലെ, an apple അല്ലെ, an umbrella, an elephant, an egg അല്ലെ. അപ്പോ എ ആൻ എന്താണ്? ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എ ആൻ കൗണ്ടബിൾ നൗണിനെ ഡിനോട്ട് ചെയ്യാനാണ് മെയിൻലി യൂസ് ചെയ്യുക. അതായത് നമുക്ക് എണ്ണാൻ സാധിക്കുന്നത്, അതായത് 10 കുട്ടികൾ അല്ലെങ്കിൽ 5 ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ ചില അൺകൗണ്ടബിൾ നൗൺ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് എ ആൻഡ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അതായത് അഡ്വൈസ്, അഡ്വൈസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതേപോലെ ഡേറ്റ, അതൊന്നും എന്താ പറയാ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അൺകൗണ്ടബിൾ നൗൺ, അതിന്റെ കൂടി എ ആൻഡ് യൂസ് ചെയ്യാം നമ്മൾ. ഓക്കെ, അതേപോലെ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ടൈം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എ ആൻഡ് പറയും. ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ്. നമ്മൾ പറയണ അവിടെ ഇപ്പൊ ആ ഒരു മൂവിയുടെ കാര്യം ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഐ സോ എ മൂവി ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്ര വല്ലാതെ ഡീപ്പായിട്ട് പോകണമെന്നില്ല, നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് എ ആൻഡ് യൂസ് ചെയ്യുക. എ കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയും ആൻഡ് വൊവൽ സൗണ്ട്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ദ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ,
ചില കൺട്രീസിന്റെ നെയിമിന്റെ മുൻപിൽ, ഫോർ എക്സാമ്പിൾ ദ യുണൈറ്റഡ് കിങ്ഡം, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അങ്ങനെ ചില കൺട്രീസിന്റെ മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, കൺട്രി നെയിംസിന്റെ മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യും. അതേപോലെ റിവേഴ്സിന്റെ നെയിംസിന് മുമ്പിൽ, ഫോർ എക്സാമ്പിൾ ദ നൈൽ റിവർ, ദ ചെനാബ് റിവർ, ഇതിന്റെയൊക്കെ മുമ്പ് നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള എന്താ പറയുക ഒബ്ജക്ട്സിന്റെ മുമ്പിൽ, അതായത് ഇപ്പൊ സ്പീക്കർക്കും സംസാരിക്കുന്ന ആൾക്കും ലിസൺ ചെയ്യുന്ന ആൾക്കും എന്താ പറയാ അറിയുന്ന കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അവിടെ ഒരു റൂമിൽ നമ്മൾ 2 പേരുണ്ടെന്ന് വിചാരിക്കാം. അതില് ഞാൻ പറയണ നോക്കൂ, ആ ടേബിളിന്റെ പുറത്തിരിക്കുന്ന ആ ബുക്ക് ഒന്ന് എടുക്കൂ എന്ന് പറയണം. അപ്പൊ നമുക്ക് രണ്ടാൾക്കും അറിയാം അവിടെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ ഏത് ബുക്കിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് അറിയാം, കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം അത് ഏത് ബുക്കാണെന്നുള്ളത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു ബുക്കിനെ പറ്റിയിട്ട് ഇപ്പൊ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ക്യാൻ യു ടേക്ക് ദ ബുക്ക്? അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബുക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോ പിന്നെ ഈ ദ എന്നുള്ളത് വേറെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാം? എനി ഐഡിയ? ദ എന്നുള്ള നൗൺ നമ്മൾ പിന്നെ എവിടെയെങ്കിലും യൂസ് ചെയ്യും? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഫേമസ് ആയിട്ടുള്ള ദ പസഫിക് ഓഷ്യൻ, അതേപോലെ തന്നെ ദ നൈൽ റിവർ, ഇങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യും? ദ യൂസ് ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ വി സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം സ്വിമ്മിങ് ഇൻ ഡാഷ് സീ ഓൺ ദ ഹോളിഡേയ്സ്. അപ്പൊ ഞങ്ങൾ ഇവിടെ സിയുടെ മുമ്പിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ദ ആണ് ഇത്. ഓക്കെ, അവിടെ നമ്മൾ എന്താ പറയാ സ്പെസിഫൈ ചെയ്ത് പറയാം അല്ലേ? ഇൻ ദ സീ ഓൺ ഹോളിഡേയ്സ്. ഓക്കെ, വി സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം സ്വിമ്മിങ് ഇൻ ദ സീ ഓൺ ഹോളിഡേയ്സ്. ഓക്കെ, നമ്മളിപ്പോ ആദ്യമായിട്ട് പറയാണ് ഇൻ എ സീ ഓൺ ഹോളിഡേയ്സ് എന്ന് നമ്മൾ പറയില്ല. ഞങ്ങളൊരു കടലിൽ കളിച്ചു എന്നല്ലല്ലോ പറയാം. നമ്മളിപ്പോ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയ സ്ഥലത്ത് ഇങ്ങനെ ഒരു കടലുണ്ടായിരുന്നു, ആ കടലിലാണ് ഞങ്ങൾ സ്വിം ചെയ്ത് സമയം സ്പെൻഡ് ചെയ്തതെന്ന് പറയും അല്ലെ? അപ്പോൾ അവിടെ ബോത്ത് സ്പീക്കർ ആൻഡ് ലിസണർക്ക് അറിയാമല്ലേ അവിടെ പോയ സ്ഥലത്ത് ഒരു കടലുണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ നമുക്ക് ബോത്ത് ലിസണർ ആൻഡ് സ്പീക്കർക്ക് എന്താണ് അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ദ എന്നുള്ള ആർട്ടിക്കിൾ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, സോ ദ ആൻസർ ഇസ് we spent a lot of time swimming in the sea on holidays. Clear? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, choose the option that correctly represents the sentence in the passive voice. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പാസീവ് വോയിസ് ആണ് അല്ലെ? ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന്റെ ടെൻസ് ചേഞ്ചസ് ഒക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാന്ന് നോക്കൂ. ദ ഷെഫ് ഇസ് കുക്കിംഗ് എ ഡെലീഷ്യസ് മീൽ അല്ലെ? അപ്പൊ ഇവിടെ ദ ഷെഫ് ഇസ് കുക്കിംഗ് എ ഡെലീഷ്യസ് മീൽ അല്ലെ? അപ്പൊ ഷെഫ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, കുക്കിംഗ് എന്ന് പറയുന്നത് അവിടെ വേർബ് ആണ് അല്ലെ? ഒബ്ജക്റ്റ് എന്താണ്? ഡെലീഷ്യസ് മീൽ ആണ് അല്ലെ? അപ്പോ സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള സ്ട്രക്ചറിലാണ് കിടക്കുന്നത്. സോ ദ സെന്റൻസ് ഇസ് ഇൻ ആക്റ്റീവ് വോയിസ്. അപ്പൊ ക്വസ്റ്റനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? സെന്റൻസ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ സെന്റൻസ് ഇൻ ദ പാസീവ് വോയിസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. അതിന്റെ മാറ്റി എഴുതുമ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. എ ഡെലീഷ്യസ് മീൽ ഇസ് കുക്കിംഗ് ബൈ ദ ഷെഫ്. A delicious meal is being cooked by the chef. The chef is being cooked a delicious meal. Cooking is a delicious meal by chef. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, the chef is cooking a delicious meal എന്ന് പറയുന്ന സമയത്ത് the sentence is in present continuous അല്ലെ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞു, റിപ്പോർട്ടഡ് സ്പീച്ചിലൊക്കെ പറഞ്ഞിരുന്നു ടെൻസ് ചേഞ്ചസ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ഈസ് കുക്കിംഗ് എ ഡെലീഷ്യസ് മീൽ എന്ന് പറയുന്ന സമയത്ത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് എ ഡെലീഷ്യസ് മീൽ ഇസ് ബീങ് കുക്ഡ് ബൈ ദി ഷെഫ്. അപ്പൊ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് മാറ്റി എഴുതുമ്പോഴും എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസിൽ തന്നെയാണ് വരേണ്ടത് പാസീവ് വോയിസ്.
സോ എ ഡെലിഷ്യസ് മീൽ ഇസ് കുക്കിംഗ് ബൈ ദി ഷെഫ് എന്നുള്ളത് വരില്ല അല്ലെ. ഇസ് ബീങ് കുക്ക്ഡ് ബൈ ദി ഷെഫ് എന്നാണ് വരിക. ക്ലിയർ? ക്ലിയർ? Then next one, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Choose the correct preposition. Okay, അപ്പൊ preposition of time എന്ന് പറയുന്നത് മോസ്റ്റ്ലി സ്റ്റുഡൻസ് എല്ലാവരും ഒരു മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമാണ്. കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ അറിയാതെയൊക്കെ ഓൺ കൊണ്ടെടുത്ത് ഓൺ അറ്റ് എന്നൊക്കെ വെക്കേണ്ടടുത്ത് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ മിസ്റ്റേക്സ് സംഭവിക്കും, മാർക്ക് പോകും. അപ്പൊ നമുക്കിത് കറക്റ്റ് ആയിട്ട് നോക്കാം. ഐ യൂഷ്വലി ഗോ ടു ബെഡ് ഡാഷ് 10 PM. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, സമയത്തിന് മുമ്പ് നമ്മൾ എപ്പോഴും അറ്റ് ആണ് യൂസ് ചെയ്യുക. അറ്റ് 10 PM, അറ്റ് 11 AM, അറ്റ് 9 AM. ഓക്കെ, സമയത്തിന് മുമ്പ് എപ്പോഴും നമ്മൾ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക. അത്ര ഓർത്തിരുന്നാൽ മതി. സമയത്തിന് മുമ്പ് എപ്പോഴും അറ്റ് ആണ് യൂസ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് അറ്റ് യൂസ് ചെയ്യുക. ദെൻ അടുത്തതും പ്രിപ്പോസിഷൻ ഓഫ് ടൈമിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. മൈ ബർത്ത്ഡേ ഇസ് ഡാഷ് 15th March. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്ക് ഡേറ്റ്സിന്റെ മുമ്പിൽ ഓൺ 15th March അല്ലെങ്കിൽ ഓൺ March 15th, അതായത് ഇവിടെയും ഒരു സ്പെസിഫൈ ചെയ്ത ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പോ പറയാം മൈ ബർത്ത്ഡേ ഇസ് ഡാഷ് മാർച്ച് എന്നാണ് തന്നിരിക്കുന്നത്. അവിടെ ഡേറ്റ് തന്നിട്ടില്ല, മാർച്ചിലാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ മാർച്ചിലാണെന്നുള്ളത് കോമൺ ആയിട്ടേ പറയുള്ളൂ അല്ലെ. സോ അപ്പൊ നമ്മളവിടെ ബർത്ത്ഡേ ഈസ് ഇൻ മാർച്ച് എന്നാണ് പറയാം. പക്ഷേ ഇവിടെ ഡേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓൺ 15th March എന്നാണ് വരിക. അതായത് ഓൺ ഇസ് യൂസ്ഡ് for specific days of the week, months and specific dates എന്നാണ് പറയുന്നത്. അതായത് on Monday, on Tuesday, on Wednesday ഇങ്ങനെയാണ് പറയാം. നമ്മൾ ഒരിക്കലും ടുമോറോ എന്നുള്ള വേർഡിന്റെ മുൻപ് ഓൺ യൂസ് ചെയ്യില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു എററാണ് സ്റ്റുഡൻസിന്റെ അടുത്ത്. ഐ വിൽ സീ യു ടുമോറോ, ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് ടുമോറോ അത്രേ പറയുള്ളൂ. അല്ലെങ്കിൽ ഓൺ ടുമോറോ എന്ന് ഒരിക്കലും പറയില്ല, അത് തെറ്റാണ്. ഇപ്പോൾ ഡേയ്സ് ഓഫ് ദ വീക്കിന്റെ മുമ്പിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും. മന്ത്സിന്റെ മുമ്പിൽ ഓൺ 15th March അല്ലെങ്കിൽ ഓൺ March 15th എന്ന് പറയുകയാണെങ്കിലും ഓൺ യൂസ് ചെയ്യാം. സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ മാർച്ച്, മൈ ബർത്ത്ഡേ ഈസ് ഇൻ മാർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഐ വിൽ മീറ്റ് യു ഡാഷ് 2 hours. ഇവിടെ ഐ വിൽ മീറ്റ് യു ഡാഷ് 2 hours എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കപ്പം വായിച്ചു നോക്കിയാൽ 2 മണിക്കൂറിനകത്ത് ഞാൻ നിങ്ങളെ വന്ന് കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സ്പെസിഫിക് ടൈം, അതായത് ഇവിടെ ടൈം അല്ല പറഞ്ഞിരിക്കുന്നത്, 2 മണിക്കൂറിനകം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു അല്ലെ, സ്പെസിഫിക് ഡേറ്റ്സ്, എന്താ പറയാ, വീക്ക് ഡേയ്സിനെ ഒക്കെ ഡിനോട്ട് ചെയ്യാനാണ് ഓൺ പറയാം. ഞാൻ ഇവിടെ ഇന്നും 4 ആണ് അടുത്ത ഓപ്ഷൻ. നമുക്കപ്പോ for 2 hours എന്ന് പറഞ്ഞാൽ അറിയാലേ, ഗ്രാമാറ്റിക്കലി അത് എററാണ്. ഐ വിൽ മീറ്റ് യു ഇൻ 2 hours ആണ് എന്താ കറക്റ്റ് ഓപ്ഷൻ. സോ ഇന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എവിടെ യൂസ് ചെയ്യുക? ഫോർ പീരീഡ്സ് ഓഫ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. അതായത് നമ്മൾ നടന്നിട്ടില്ല ഇനി. ഓക്കെ, അതായത് ഞാനൊരു 2 മണിക്കൂറിനകത്ത് ഞാൻ എൻ്റെ അടുത്ത് എത്താം. ഐ വിൽ ബി ദെയർ ഇൻ 2 hours. In 2 hours, in a week, in a year. I'll be in Chennai in a week. പറയില്ലേ നമ്മള്, അതായത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല ഓൾറെഡി. അപ്പൊ നമ്മൾ ഒരാഴ്ചക്കകത്ത് ഞാൻ ചെന്നൈയിൽ ഉണ്ടാവും എന്ന് പറയാം. ഇൻ ചെന്നൈ നെക്സ്റ്റ് വീക്ക്, ഐ വിൽ ബി ഇൻ ചെന്നൈ in 2 weeks, അല്ലെങ്കിൽ ഐ വിൽ ബി ഇൻ ചെന്നൈ ഇൻ എ ഇയർ എന്നൊക്കെ പറയാൻ. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അടുത്തതും പ്രിപ്പോസിഷൻ തന്നെയാണ്. വി ലിവ്ഡ് ഇൻ ദാറ്റ് ഹൗസ് ഡാഷ് 5 years. ഞങ്ങൾ ആ വീട്ടിൽ ഏകദേശം ഞങ്ങൾ ആ വീട്ടിൽ 5 വർഷത്തോളം താമസിച്ചു എന്നാണ് ഇവിടെ മീനിങ് വരുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ അറ്റ് വരില്ല അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ടൈമിന് മുന്നെയാണ്. ഓൺ വരോ? ഇല്ല അല്ലെ. ഇന്ന് വരോ?
ഫ്യൂച്ചറിലത്തെ കാര്യമൊന്നുമല്ല അല്ലെ. വി ലിവ് ഇൻ ദാറ്റ് ഹൗസ് ഇൻ 5 years നമ്മൾ ഒരിക്കലും പറയില്ല. ഫോർ 5 years എന്ന് പറയും അല്ലെ. അവിടെ ഫോർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഇൻഡിക്കേറ്റ് എ ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെ. ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഐ സ്റ്റഡീഡ് ഫ്രഞ്ച് ഫോർ 2 hours പറയില്ലേ, ഞാൻ 2 മണിക്കൂറോളം ഫ്രഞ്ച് പഠിച്ചു. അവിടെ ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ ആണ്. ക്ലിയർ? അപ്പൊ ഈ ഇൻ, ഓൺ, അറ്റ്, ഫോർ, സിൻസ് ഇതൊക്കെ എപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂസിങ് ആണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ, choose the correct verb tense to complete the sentence. Okay. ഇവിടെ ടെൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ പാസ്റ്റ് 2 hours ഐ ഡാഷ് ഫോർ ദി എക്സാം. കഴിഞ്ഞ 2 മണിക്കൂറായി ഞാൻ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്, ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് സമയമായി അല്ലെ. അതായത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് നൗ സ്റ്റോപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഏത് ടെൻസ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക? അതായത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ജസ്റ്റ് നൗ സ്റ്റോപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാം? ഐ ഹാവ് ബീൻ സ്റ്റഡി അല്ലെ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദി verb അല്ലെ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാവ് ബീൻ സ്റ്റഡിയിങ് അല്ലെ. അപ്പൊ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 മണിക്കൂർ മുന്നേ തുടങ്ങിയതാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ. അപ്പോ ഹാവ് ബീൻ സ്റ്റഡിയിങ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഐ ആം സ്റ്റഡിങ് എന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആയി പോവത് അല്ലെ. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥം. ഐ വിൽ ഹാവ് സ്റ്റഡി എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ് അല്ലെ. ഐ സ്റ്റഡി എന്ന് പറയുന്നതും പ്രസന്റ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. അപ്പോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ. ഐ ഹാവ് ബീൻ സ്റ്റഡി. ഓക്കെ, ഇവിടെ ഇത്ര ആലോചിച്ചാൽ മതി. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Clear? Next one. He dashed for the company for 5 years before he quit. Okay. അപ്പൊ ഇവിടെ he dashed for the company for 5 years before he quit. ഇവിടെ 2 ആക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. he dashed for the company. അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് മീനിങ് വരേണ്ടത് അല്ലെ. വർക്ക് ചെയ്തതും ഉണ്ട്. for 5 years before he quit. ക്വിറ്റ് ചെയ്തതും പാസ്റ്റിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് പാസ്റ്റിൽ നടന്ന ഒരു സംഭവത്തിന് മുന്നേ നടന്ന മറ്റൊരു സംഭവത്തിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് എന്ത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് പാസ്റ്റില് ഈ സെന്റൻസിൽ നമുക്കറിയാം 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഒന്ന് നടക്കുന്നതിന് തൊട്ട് മുന്നേ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ, സച്ച് കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാഡ് അല്ലെ. പ്രസന്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഹാസ് ഓർ ഹാവ്. ഇവിടെ അപ്പൊ നമ്മൾ പറഞ്ഞു പാസ്റ്റ് ആണെന്നുള്ളത് അല്ലെ. ഹി വർക്ക്ഡ് ഫോർ ദ കമ്പനി ഫോർ 5 years ബിഫോർ ഹി ക്വിറ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് അവിടെ മാച്ച് ആവില്ല. നമ്മൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നുള്ളത് അല്ലെ. അപ്പോ ഹി ഹാഡ് വർക്ക്ഡ് ഫോർ ദ കമ്പനി ഫോർ ദ 5 years ബിഫോർ ഹി ക്വിറ്റ്. ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. Past perfect tense for an action that was completed before another past action. Okay, quit ചെയ്യാന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയ ഒരു ആക്ഷൻ. അതിന് തൊട്ട് മുന്നേ നടന്ന കാര്യമാണ് 5 വർഷം വർക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പൊ 2 ആക്ഷൻ പാസ്റ്റിൽ നടന്നു. ഒന്ന് കഴിഞ്ഞ് ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി, അതിന് തൊട്ട് മുന്നേ നടന്ന അനദർ ആക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ക്ലിയർ? Okay. I dash you tomorrow at 3 p.m. നമുക്കറിയാം ഫ്യൂച്ചർ ആണ് അല്ലെ. ടുമോറോ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമുക്കറിയാം എന്താണ് ഫ്യൂച്ചർ ആണ് അല്ലെ. നാളെ 3 മണിക്ക് ഞാൻ നിന്നെ കാണാം എന്നാണ് പറയുന്നത്. അപ്പൊ ഫ്യൂച്ചർ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഒന്നില്ലെങ്കിൽ വിൽ അല്ലെങ്കിൽ ഗോയിങ് ടു യൂസ് ചെയ്യും അല്ലെ. ഈ വില്ലൊക്കെ നമ്മൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഒന്നില്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം അല്ലെ. അങ്ങനത്തെ പ്രോമിസ് ഒക്കെ കൊടുക്കാനാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക. ഗോയിങ് ടു എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ ഡിനോട്ട് ചെയ്യാനാണ് അല്ലെ. ഐ എം ഗോയിങ് ഫോർ എ മൂവി ടു നൈറ്റ്.
ഞാൻ ഇന്ന് ഒരു രാത്രി ഒരു സിനിമയ്ക്ക് പോവാണ്. അപ്പൊ അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയിട്ടില്ല അല്ലെ, അത് പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. ഇവിടെ ഒരു പ്രോമിസ് കൊടുക്കണതാണ് അല്ലെ, ഐ ഡാഷ് യു ടുമോറോ അറ്റ് 3 PM. അപ്പൊ ഇവിടെ മീറ്റ് വരില്ല, ഐ ആം മീറ്റിംഗ് വരില്ല, ഐ ഹാവ് മെറ്റും വരില്ല അല്ലെ, അതെല്ലാം എന്താണ്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഐ വിൽ മീറ്റ് യു ടുമോറോ അറ്റ് 3 PM ആണ് എന്താണ്, റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഫോർ എ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. ഓക്കെ, ഐ വിൽ ഗോ ടു ദ പാർട്ടി ഡാഷ് യു കം വിത്ത് മീ. അപ്പൊ ഇവിടെ നമുക്ക് ഞാൻ പാർട്ടിക്ക് പോവാം, എന്റെ കൂടെ നീ വരികയാണെങ്കിൽ ഞാൻ പാർട്ടിക്ക് പോവാം എന്നാണ് അല്ലെ, വരുവാണെങ്കിൽ, എങ്കിൽ, അതെന്താണ്, ഇഫ് ക്ലോസ് ആണ് അല്ലെ, അല്ലെങ്കിൽ എന്താ അവിടെ ഇഫ് ആണ് വരേണ്ടത്, വരുമെങ്കിൽ. ഇഫ് യു കം വിത്ത് മീ ഐ വിൽ ഗോ. നമ്മൾ പറയില്ലേ, നീ എന്റെ കൂടെ വരുമെങ്കിൽ ഞാൻ കൂടെ പോവാം. ഐ വിൽ ഗോ ടു ദ പാർട്ടി ഓൺലി ഇഫ് യു കം വിത്ത് മീ. ഓക്കെ, ഈവൻ ദോ വരില്ല, ബിക്കോസ് വരില്ല, വൈലും വരില്ല അല്ലെ, ഓൺലി ഇഫ് യു കം വിത്ത് മീ. ഓക്കെ, സോ ദിസ് ഇസ് എ കണ്ടീഷൻ ക്ലോസ് ആണ് അല്ലെ. അവിടെ കണ്ടീഷൻ എന്താണ്, നീ എന്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ പോവാം. അവിടെ കണ്ടീഷൻ വരണം എന്നുള്ളതാണ്, വരുവാണെങ്കിൽ. സോ ഇറ്റ് സ്റ്റേറ്റ്സ് എ കണ്ടീഷൻ അണ്ടർ വിച്ച് ദ പേഴ്സൺ വിൽ ഗോ ടു ദ പാർട്ടി. ക്ലിയർ? അപ്പൊ നമ്മള് ഇന്നിപ്പോ ഇത്രയും ഒരു 15 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിന് മാർക്സ് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അതേപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത സെഷനിൽ നെക്സ്റ്റ് കുറച്ച് സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗ്രാമറിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ സി യു. താങ്ക് യു.